ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. മക്കളെ, നിങ്ങളുടെ അപ്പനമ്മമാരെ കർത്താവിനനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ക്രിസ്തുവിൽ പ്രിയരെ, തൈത്തോട്ടം CSC സഭയുടെ 2024 വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട്. തൈത്തോട്ടം CSC സഭയുടെ 2024 വർഷത്തെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനം 4/2/2024 പാസ്റ്റർ ആർതർ ബെനഡിക്ട് അവരുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ശേഷം 10-15 സൺഡേ സ്കൂൾ നടന്നു വരുന്നു. 60 കുട്ടികളും 14 ടീച്ചേഴ്സും ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. സംഘടനകളുടെ 2024-2027 വർഷത്തെ തിരഞ്ഞെടുപ്പ് 10/3/2024 ഞായറാഴ്ച വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം 10:30 പാസ്റ്റർ ആർതർ ബെനഡിക്ട് അവരുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. ഇതിൽ സൺഡേ സ്കൂൾ സെക്രട്ടറിയായി ശ്രീമതി ലീജ സുജുവിനെയും അക്കൗണ്ടന്റായി ശ്രീ GM ദീപുവിനെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളായി എല്ലാ അധ്യാപകരെയും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 24 വർഷക്കാലം സൺഡേ സ്കൂളിനെ ഇത്രയും ഭംഗിയായും ആത്മാർത്ഥതയും കൂടി നടത്തി വന്നിരുന്ന ജാസ്മിൻ ദേശിയാനിക്ക് എന്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഡിസ്ട്രിക്ട് തലത്തിൽ നടന്ന ധ്യാനയോഗം 17/7/2024 CSI റാലി ഡിസ്ട്രിക്ട് ചർച്ചിൽ വെച്ച് നടക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും, കുട്ടികൾക്കും, പാരന്റ്സിനും, നമ്മുടെ സഭാശുശ്രൂഷകനും കുടുംബത്തിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മരണക്കൂട് വെച്ച് നടന്ന DNDV കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ ഈ വർഷവും സർവശക്തനായ ദൈവം സഹായിച്ചു. അതുകൂടാതെ ഒരുപാട് സമ്മാനങ്ങൾ നേടുവാനും ബ്രാഞ്ച് ചർച്ചിലുള്ള പ്രൈസ് നേടുവാനും സാധിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും, കുട്ടികൾക്കും ഈ സമയം നന്ദി അർപ്പിക്കുകയാണ്. ഡിസ്ട്രിക്ട് തലത്തിൽ നടന്ന റാലി കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടുവാനും ബ്രാഞ്ച് തലത്തിൽ 87 പോയിന്റോടുകൂടി ഓവറോൾ ഫസ്റ്റ് നേടിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച ടീച്ചേഴ്സിനും പാരന്റ്സിനും, ഗ്രൂപ്പ് ഐറ്റംസും പ്രാക്ടീസ് നൽകിയ കോയറസ, വില്ലുപാടിന് പ്രാക്ടീസ് നൽകിയ ബീന, അജിഷരാജ് എന്നിവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സംഘടനയുടെ വരുമാന മാർഗമായി കാണിക്ക, ലേലം എന്നിവ ശേഖരിച്ചു വരുന്നു. ഇതിൽ കാണിക്കയുടെ 3 ഭാഗം പ്രൈസായും 1 ഭാഗം സംഘടനയുടെ വളർച്ചയ്ക്ക് വിനിയോഗിക്കുന്നു. അതുകൂടാതെ ഫ്രൂട്ട്സ് ലേലം, കോഴി ലേലം, ഗ്ലാസ് ലേലം എന്നിവ നടത്തുകയുണ്ടായി. കോഴി ലേലത്തിൽ 3% പ്രൈസായും 1% സംഘടനയ്ക്കും, ഫ്രൂട്ട്സ് ലേലത്തിൽ കളക്ട് ചെയ്ത ക്യാഷിന്റെ 50% പ്രൈസായും 50% സംഘടനയ്ക്കുമായി നൽകി വരുന്നു. ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനമായി ഒരു ഓർഫനേജ് സന്ദർശിക്കുവാനും 1 ദിവസത്തെ ഉച്ചഭക്ഷണം നൽകുവാനും തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മുടെ ചർച്ചിലെ തന്നെ വീടുകളിൽ വിസിറ്റായി ചെന്ന് കളക്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. 2025 ജനുവരി മാസം 1 ദിവസം അവിടേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അതിന് അവസരം നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വിസിറ്റിന് വേണ്ടി വന്ന എല്ലാ ടീച്ചേഴ്സിനും, കുട്ടികൾക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വരും വർഷങ്ങളിലും ഈ സംഘടന മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ഇന്ന് ഈ വാർഷിക യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ആർതർ ബെനഡിക്ട് അവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വാർഷികം അതിമനോഹരമാക്കുന്നതിന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പരിശീലിപ്പിച്ച അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സന്തോഷം, സമാധാനം, സമൃദ്ധി നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഭാസമക്ഷം അധ്യക്ഷകരങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു.